യൂട്യൂബിലെ പല ഹെയർ കട്ടിങ് വീഡിയോസ് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുന്ന ഗവേഷണത്തിന് ശേഷം ഞാൻ ആയുധങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ, ചീപ്പും കത്രികയും. അപ്പം നമുക്ക് മുടിയൊക്കെ ഇതുപോലെ ചീവിയിട്ട് നല്ലപോലെ ചിറക് കളഞ്ഞ് ചീവി ഒതുക്കി ഇതുപോലെ തന്നെ കെട്ടിവെച്ച് കൊടുക്കാം കേട്ടോ, ഒരു ബണ്ണെടുത്തിട്ട്. ഈ മുടിയൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലും ഫുൾ കൺഫ്യൂഷനാണ് കേട്ടോ, വേണോ വേണ്ടായോ എന്ന്. പക്ഷെ എന്നാലും ഞാൻ വേണം എന്ന് തന്നെ തീരുമാനിച്ചു. കാരണം കുറേ കാലമായി ഈ മുടി വെട്ടലും കൊണ്ട് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഇന്ന് എന്തായാലും മുടി വെട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേണ്ട, എത്രയാണോ നമുക്ക് വെട്ടിക്കളയേണ്ടത് അത്രയും മാത്രം എടുത്തിട്ട് അവിടെയും കൂടെ ഒരു ബണ്ണ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യമേ കുറച്ച് നീളം കൂട്ടിയിട്ടാണ് ബണ്ണ് ചെയ്തത്, പക്ഷെ എനിക്ക് അത്ര മനസ്സ് വന്നില്ല, അതുകൊണ്ട് കുറച്ചുകൂടെ ഞാൻ താത്തു കേട്ടോ. പിന്നെ മുടിയാണല്ലോ, അപ്പം നമുക്ക് വേണമെങ്കിൽ വെട്ടിക്കളയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കണ്ടില്ല, ഞാൻ അത്രയും താത്തിട്ട് അത്രയാണ് കേട്ടോ ഞാൻ വെട്ടിക്കളയുന്നത്. എൻ്റെ മുടി നല്ല വാല് പോലെ കിടക്കുക, എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നല്ലോ. അപ്പം അൺഹെൽത്തി ആയിട്ടുള്ള മുടിയാണ് കേട്ടോ എൻ്റേത്. അപ്പം എന്തായാലും മുടി മുറിച്ചാൽ നാളെ വരും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലും അതുപോലെ സ്വയം സമാധാനപ്പെടുത്തലും ഞാൻ ആ മുടി അങ്ങ് മുറിച്ചിട്ടോ. പിന്നെ ഞാൻ ഈ പരീക്ഷണം നടത്തുന്ന കാര്യം ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, എക്സ്പെഷ്യലി എൻ്റെ കെട്ടിയോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ഡസ് മാഷിലെ ജഗതി ചേട്ടൻ പറഞ്ഞ പോലെ, നിന്റെ ഈ നീളമുള്ള മുടി കണ്ടിട്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്, പിന്നെ എന്തിനു നീ വെട്ടിക്കളഞ്ഞു, അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ കൽപ്പന ചേച്ചി പറഞ്ഞ പോലെ എൻ്റെ ഇഷ്ടം, ഞാൻ എൻ്റെ മുടി വെട്ടും, അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ മനസ്സിൽ പറഞ്ഞാലും ഞാൻ മുഖത്ത് നോക്കി പറയില്ല. ഇതിപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്, നമ്മൾ വിഷയത്തിൽ നിന്ന് നല്ലപോലെ തന്നെ മാറിയില്ലേ. മുടിയുടെ കാര്യം ഇപ്പം കുടുംബ പരമ്പരയിലോട്ട് തന്നെ കടന്നു എന്ന് തോന്നുന്നു. അതൊക്കെ പോട്ടെ, എൻ്റെ മുടിയൊക്കെ വെട്ടി നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കൂ. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ലോങ് വീഡിയോ. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ മുടിയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഒരാൾ കാര്യം ശ്രദ്ധിക്കണം, നല്ലപോലെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് പരട്ടിയിട്ട്, ഇനി വളരണ്ടേ, അപ്പം മുടിയിൽ നല്ലപോലെ വെളിച്ചെണ്ണയൊക്കെ പരട്ടിയിട്ട് നല്ലപോലെ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കണം കേട്ടോ. എങ്കിലും നമ്മുടെ മുടി വീണ്ടും പഴയ പോലെ തന്നെ വളർന്നു വരത്തുള്ളൂ. അപ്പോൾ ലോങ് വീഡിയോ ആരും വാച്ച് ചെയ്യാൻ മറന്നു പോകണ്ട. അപ്പോൾ അതൊക്കെ വാച്ച് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിടൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.